നെഹ്റു ട്രോഫി വള്ളംകളി ഫൈനൽ വിധി നിർണയത്തിൽ അനീതിയെന്ന വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഫൈനൽ ഫലം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകി. നീതി ലഭിച്ചില്ലെങ്കിൽ ഹൈക്കോടതി സമീപിക്കുന്ന VBC ഭാരവാഹികൾ പറഞ്ഞു. രാഷ്ട്രീയ പ്രേരിതമായി തങ്ങൾക്ക് അർഹമായ വിജയം നിഷേധിച്ചുവെന്നാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഭാരവാഹികളുടെ ആരോപണം. തോൽവിയുടെ കാരണമറിയാനുള്ള അവകാശമുണ്ട്. ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് പുന്നമടയിൽ സംഭവിച്ചത്. സാധാരണ കളിവള്ളങ്ങളെല്ലാം നിരന്നു കഴിഞ്ഞ് ആഘോഷപൂർവ്വമായാണ് നെഹ്റു ട്രോഫി നൽകുന്നത്. എന്നാൽ ഇത്തവണ തിടുക്കത്തിൽ ഫലം പ്രഖ്യാപിച്ച് ഉടൻ തന്നെ കാരിച്ചാലിന് ട്രോഫി കൊടുത്തുവിടുകയായിരുന്നു. ഫലനിർണയത്തിൽ ശരിയായ തീരുമാനമല്ല ഉണ്ടായതെന്നും VBC ആരോപിക്കുന്നു. സമയം കാണിക്കുമ്പോൾ കൃത്യമായിട്ട് മൈക്രോ സെക്കൻഡിന് ഈ രണ്ട് വള്ളവും ഒരേ സമയത്ത് ഫിനിഷ് ചെയ്തതായിട്ട് ദൃശ്യമാധ്യമങ്ങളിൽ കൂടി നിങ്ങൾ ഉൾപ്പെടെ കാണിച്ചതാണ്. പക്ഷേ വിത്തിൻ സെക്കൻഡിനുള്ളിൽ വേറൊരു ഓപ്ഷനിലേക്ക് അവർ പോകുന്നു. ആരുമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. മൈക്രോ മില്ലി സെക്കൻഡിലേക്ക് പോകുന്നു. ഞങ്ങളുടെ മൈക്രോ സെക്കൻഡിനകത്ത് വ്യത്യാസം ഉണ്ടാകുന്നു. നിങ്ങൾ ആലോചിച്ചോണം, മൈക്രോ സെക്കൻഡ് എഴുതി കാണിച്ചത് ഞങ്ങളല്ല, NDBR ആണ്. ഇതിനകത്ത് വ്യത്യാസം ഉണ്ടാകുന്നു. ഈ വ്യത്യാസം ഉണ്ടായത് എവിടെയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് ആരോട് ചോദിച്ചിട്ട് ഏത് രീതിയിലാണ് നിങ്ങൾ ഈ മെഷർമെൻറ്റ് എടുത്തത് അതറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. പക്ഷേ അവിടെയാണ് ഞങ്ങളുടെ നീതി അവർ നിഷേധിച്ചത്. ആ സെക്കൻഡിനുള്ളിൽ അവർ വെക്കുന്നു, ചരിത്രത്തിൽ ആദ്യമായിട്ട് നെഹ്റു ട്രോഫി ജയിച്ച വള്ളത്തിന് ട്രോഫി എടുത്തു കൊടുക്കുകയാണ്. വിജയിച്ച പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കോച്ചിന്റെ സുഹൃത്തുക്കളാണ് സമയം നോക്കി ഫലം നിർണയിച്ചത്. NDBR നിബന്ധനകൾക്ക് വിരുദ്ധമായി കാരിച്ചാൽ ചുണ്ടലിലെ തൊഴിച്ചിൽക്കാർ തടി കൊണ്ട് നിർമ്മിച്ച തുഴ ഉപയോഗിച്ചുമെന്നും VBC ആരോപിക്കുന്നു. ഫൈനൽ ഫലം പുനഃപരിശോധിക്കണമെന്നും നീതി ലഭിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഭാരവാഹികളും വിയപുരം ചുണ്ടന്റെ ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ജനം, ആലപ്പുഴ.